നമ്മൾ വിജയിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, വിജയിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹത്തോടെ ആദ്യത്തെ സ്റ്റെപ്പൊക്കെ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ, നമ്മുടെ ചുറ്റും ഒരുപാട് നെഗറ്റീവ് ഉണ്ടായേക്കാം, നെഗറ്റീവ് പറയുന്നവരുണ്ടായേക്കാം. നിനക്കൊന്നും പറ്റിയ പണിയല്ല, നീയൊന്നും വിചാരിച്ചാൽ വിജയിക്കില്ല എന്നൊക്കെ പറയുന്നവർ നമ്മുടെ ചുറ്റും ഉണ്ടാവാം. ഒരുപാട് പേര് എന്നോട് പറയുന്ന കാര്യമാണ്, ഒരുപാട് നെഗറ്റീവാണ് സാറേ, വീട്ടിൽ വലിയ പ്രശ്നമാണ്, മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല, മറ്റുള്ളവരൊക്കെ പങ്കാളി ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, എനിക്ക് വിജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും നിങ്ങൾ അടുത്ത സ്റ്റെപ്പിലേക്ക് ആക്ഷൻ എടുക്കുക. ആ സ്റ്റെപ്പിലൂടെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ വിജയത്തിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ളത്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ പണ്ട് കേട്ട് മറന്ന 3 തവളകളുടെ കഥയാണ് എനിക്കിവിടെ നിങ്ങളോട് പറയാനുള്ളത്. കാരണം 3 തവളകൾ ഒരു ബക്കറ്റിൽ കിടക്കുന്നുണ്ടായിരുന്നു. ആ 3 തവളകൾ ബക്കറ്റിൽ കിടക്കുന്നുള്ള ആ സമയത്ത് 2 തവളകൾ പരസ്പരം പറഞ്ഞു, ഇങ്ങനെ ചാടി നോക്കിയിട്ട് പറഞ്ഞു, ഇതൊന്നും നടപടിയാണ്, കാര്യമല്ല, ഈ ബക്കറ്റിൽ നമ്മൾ രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല, ഈ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല എന്ന് പരസ്പരം പഴിചാരിയും കുറ്റപ്പെടുത്തിയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ഇടയ്ക്ക് മറ്റൊരു തവള ശ്രമിക്കുമ്പോഴൊക്കെ അതിനെ പരാജയപ്പെടുത്തുന്ന തരത്തിൽ, നിരുത്സാഹപ്പെടുത്തുന്ന തരത്തിൽ സദാ പറഞ്ഞുകൊണ്ടിരുന്നു, നീ കയറിയിട്ട് ഒരു കാര്യമില്ല, കയറാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല, കയറാൻ നിനക്ക് പറ്റില്ല. എന്നാൽ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ 3ാമതൊരു തവള ഉണ്ടായിരുന്നു. അതിങ്ങനെ ചാട്ടം തുടർന്നുകൊണ്ടിരുന്നു. ഇവരൊന്നും പറയുന്നത് ശ്രദ്ധിക്കാതെ അതിങ്ങനെ ചാട്ടം തുടർന്നുകൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ചാടാൻ ശ്രമിച്ച് അവസാനത്തെ ഒരു ചാട്ടത്തിന് അത് ബക്കറ്റിന് പുറത്ത് കടന്നു രക്ഷപ്പെട്ടു പോയി എന്നുള്ളതാണ്. അപ്പോൾ ഫലത്തിൽ എന്തായിരുന്നു സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ 3ാമത്തെ തവളയ്ക്ക് ചെവി കേൾക്കില്ലായിരുന്നു എന്നുള്ളതാണ്. അതായത് ഈ 2 തവളകൾ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നതും നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരുന്നതും പിന്നോട്ട് വലിച്ചുകൊണ്ടിരുന്നതും ആ കഥകളൊന്നും തന്നെ ഈ 3ാമത് വിജയിച്ച തവളയ്ക്ക് കേൾക്കാൻ കഴിയില്ലായിരുന്നു. ആ തവളയ്ക്ക് ചെവി കേൾക്കില്ലായിരുന്നു. ഇതൊരു കഥയാണെങ്കിലും അതിലൂടെ കിട്ടുന്ന ഒരു സന്ദേശം ഇതുപോലെ തന്നെയാണ്. നമ്മുടെ ചുറ്റും വരുന്ന നെഗറ്റീവ് ഒന്നും കേൾക്കാതെ, അവയെ ചെവിക്കൊള്ളാതെ നിങ്ങളുടെ വിജയം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണം തുടരുക, നിങ്ങളുടെ ആദ്യത്തെ സ്റ്റെപ്പ് തുടരുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ഡയമണ്ട് ഉണ്ട്. നിങ്ങളുടെ ഉള്ളിൽ അസാമാന്യമായിട്ടുള്ള, അൺലിമിറ്റഡ് ആയിട്ടുള്ള പവർ സോഴ്സ് നിങ്ങളുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ വിത്തിൽ നിന്നാണ് വലിയ മരം ഉണ്ടാകുന്നത്. അതുപോലെ ഒരുപാട് മരങ്ങൾ ചേർന്ന് വലിയ കാടുണ്ടാകുന്നതും ഇതുപോലെ ചെറിയ വിത്തിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആദ്യം എടുക്കുന്ന സ്റ്റെപ്പ് തന്നെയാണ് നിങ്ങളുടെ വിജയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് നിങ്ങൾ മറക്കാതിരിക്കുക.